പ്രിയമുള്ളവരെ, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അത് എൻ്റെ ഓട്ടോയുടെ കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു ഇന്നലെ ഇട്ട വീഡിയോ. അതിൻ്റെ തുടർച്ചയായി വരുന്ന ഒരു ഭാഗമാണ് ഞാനീ പറയുന്നത്. 2013 ഞാൻ ആദ്യമായിട്ട് ഓട്ടോ ഓടുന്നത്. അതിനുശേഷം ഉണ്ടായ ഇൻസിഡൻസ് ആയിരുന്നു ഇന്നലെ ഞാൻ അവതരിപ്പിച്ചത്. അതുക്ക് മുമ്പായി, ഞാനിത് പറയുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ പറയാൻ പോകുന്നത് 2013 മാർച്ചോടു കൂടിയാണ് ഞാൻ പുതിയ വണ്ടി എടുക്കുന്നത്. അതിനുശേഷം ഓട്ടം പോകാൻ തുടങ്ങി. അങ്ങനെ ഓടുകയായിരുന്നു. ഞാൻ പറഞ്ഞു, വേറൊരു തൊഴിലുമായിട്ട് നിന്ന് അത് വിട്ടയച്ചുമാണ് ഓട്ടോ ഫീൽഡിലേക്ക് വന്നത്. അപ്പോൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്ന സ്കൂൾ ഓട്ടം ഓടും. പിന്നെ ബാക്കിയുള്ള സമയത്ത് ബാക്കി ഓട്ടവും ഓടുന്ന ഒരു രീതിയിലാണ് പോകുന്നത്. സ്റ്റാൻഡിൽ കിടന്നാണ് ഓടുന്നത്. അപ്പോൾ 2013 തൊട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് 2019 വരെ ആ ഓട്ടോ തന്നെയായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. ഏകദേശം 6 വർഷത്തോളം. അപ്പോൾ 6 വർഷത്തോളം ഓടിക്കഴിഞ്ഞിട്ട് 6ാമത്തെ വർഷം ടെസ്റ്റ് നടത്തി. വണ്ടി ഓടുന്നതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് നടത്തുന്ന സമയത്ത് പിന്നീട് ഓടാമല്ലോ. ആ ഓടിക്കൊണ്ടിരുന്ന സമയത്ത്, ടെസ്റ്റ് നടത്തിയിട്ട് ഓടിക്കൊണ്ടിരുന്ന സമയത്ത് നേരെ ഒരു ഓട്ടം വന്നു. ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള ഒരു വായനശാലയുണ്ട്. ആ വായനശാലയിൽ പ്രസംഗത്തിന് വേണ്ടിയിട്ട് വന്ന ഒരു സാറ് എൻ്റെ ഓട്ടോയിലാണ് വന്നിറങ്ങിയത്. അതിനുശേഷം സാറ് മേളിലേക്ക് പോയി. ഞാൻ സാറിൻ്റെ പുറകെ ഇത് കേൾക്കുന്നതിന് വേണ്ടിയിട്ട്, ഈ പ്രസംഗം കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനും ഓട്ടോ ലെഫ്റ്റ് സൈഡിൽ പാർക്ക് ചെയ്ത ശേഷം നേരെ മേളിലേക്ക് കയറി. വായനശാലയുടെ 2ാമത്തെ നിലയിൽ കയറി. അവിടെയാണ് എൻ്റെ പ്രസംഗ പരിപാടി നടക്കുന്നത്. അപ്പോൾ പരിപാടി തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഭയങ്കര ഒരു സൗണ്ട് കേട്ട് പൊട്ടോ എന്നും പറഞ്ഞു. അപ്പോൾ എന്താണ് സംഭവം എന്നറിയാൻ മേലാതെ എല്ലാവരും ഓടിയപ്പോഴത്തേക്കും പിന്നീട് താഴത്ത് വന്നപ്പോഴത്തേക്കുമാണ് എനിക്ക് മനസ്സിലാകുന്നത്, എൻ്റെ ഓട്ടോയിൽ വന്ന് ഒരു കാറുകാരൻ കൊണ്ടുവന്ന് ഒറ്റ ഇടിയായിരുന്നു. ഇടിച്ച് കിടക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഞാൻ വല്ലാണ്ടൊരു അവസ്ഥയില് ഇത് എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു ആകാംക്ഷയിൽ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. ശരിക്കും എൻ്റെ ഓട്ടോ ഞാൻ എൻ്റെ സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. എതിരെ വന്ന വാഹനം നേരെ റൈറ്റ് സൈഡിലേക്ക് കയറിയിട്ട് അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വന്നിട്ട് നേരെ റൈറ്റ് സൈഡിലേക്ക് കയറി എൻ്റെ വാഹനത്തിൽ ഇടിച്ച് മതിലും, അത് തൊട്ട് പറ്റാണ്ടായിരുന്ന മതിലും ഇടിച്ച് പൊളിച്ച് അകത്ത് കയറി. ഓട്ടോ അടപ്പരുവായിപ്പോയി. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും കാറിൻ്റെ അകത്ത് ആളിരിപ്പുണ്ട്, ഒരു ചേട്ടൻ ഇരിപ്പുണ്ട്, ഒരു ചേച്ചി ഇരിപ്പുണ്ട്, ഒരു മോളും ഇരിപ്പുണ്ട്. മോളില്ല, പിന്നെ ചേട്ടനും ചേച്ചിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഓടിച്ചെന്ന് പുള്ളീനെ ഈ ഡോർ തുറക്കാൻ പാടില്ലായിരുന്നു. നേരെ ഡോർ തുറന്ന് സാറിനെയും വൈഫിനെയും പുറത്തിറങ്ങി. അപ്പോൾ എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞ്, പിന്നെ അവർ മോളെ ആക്കിയേച്ചും വരുന്ന ഒരു സമയമായിരുന്നു. മോളാക്കിയിട്ട് ഇങ്ങോട്ട് നേരെ വരുന്ന സമയത്ത് തണ്ണീർമുക്കം ബണ്ട് വരെ നല്ല രീതിയിൽ വണ്ടി ഓടിച്ചിരുന്നു. പക്ഷെ അതിനുശേഷം പുള്ളിക്ക് ഉറക്കം വന്നു. പെട്ടെന്ന് ഉറക്കം വന്നുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിയന്ത്രണത്തിൽ വണ്ടി നിൽക്കത്തില്ല. അവിടെ നിന്ന് വരുമ്പോൾ തന്നെ സാറിനൊരു വല്ലാത്ത ഫീലായിരുന്നു. ഉറക്കം ഇങ്ങനെ ഉറങ്ങിപ്പോകുന്ന ഒരു സിറ്റുവേഷനിൽ വന്നാണ്. അങ്ങനെ നേരെ വന്ന് എൻ്റെ വണ്ടിയുടെ അടുത്തെത്തിയപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് മയങ്ങി. മയങ്ങിയപ്പോഴത്തേക്കും ഡ്രൈവിംഗ് സീറ്റിൽ പെട്ടെന്ന് വലത്തോട്ട് വെട്ടിച്ച് കൊണ്ടുവന്ന് എൻ്റെ വണ്ടിയിൽ ഇടിക്കുകയായിരുന്നു. ഇച്ചിരി സ്പീഡിലുമാണ് വന്നത്. ഒരുവിധം നല്ല സ്പീഡിൽ തന്നെയായിരുന്നു വന്നത്. അപ്പോൾ ആ ഇടിച്ചതിന് ശേഷം ഇവരെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഇടിച്ച വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നേരെ അവരുടെ ആൾക്കാർ വന്ന് വേറൊരു വണ്ടിയിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞാൽ അവരുടെ ബന്ധുക്കൾ വന്ന് നേരെ കൊണ്ടുപോയതിന് ശേഷം എൻ്റെ വണ്ടി ഇടിച്ച് അങ്ങനെ കിടക്കുകയാണല്ലോ. പിറ്റേ ദിവസം
സാറ് വിളിച്ചു. ഞാൻ സാറിനെ വിളിച്ചു. എൻ്റെ നമ്പറൊക്കെ തന്നിട്ടായിരുന്നു പോയത്. ഞാൻ സാറിനെ വിളിച്ചു. ജയകുമാർ സാറെന്നാണ് ആ സാറിൻ്റെ പേര്. ഞാൻ വിളിച്ചു, സാറേ ഇപ്പോൾ ഈ വണ്ടി ഇടിച്ചു, അപ്പോൾ അത് കേസുമായിട്ട് മുന്നോട്ട് പോകണോ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് ആലോചിച്ചിട്ട് തീരുമാനിക്കാം, വീട്ടിലേക്കൊന്ന് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഇവിടുത്തെ കുറച്ച് സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയക്കാരും ഒക്കെ ചേർന്ന് സാറിൻ്റെ വീട്ടിൽ ചെന്ന് സംസാരിച്ചപ്പോൾ സാറ് ഒരു ഡിമാൻഡ് വെച്ചത്, അപ്പം ഞാൻ സാറിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. സാറേ, ഞാൻ ഈ ഓട്ടോ ഓടിച്ചിട്ടാണ് ചിട്ടിയൊക്കെ അടക്കുന്നത്, പിന്നെ ആഴ്ചയിൽ കൊടുക്കുന്ന പല പൈസകളുമുണ്ട്, പല സ്ഥലത്ത് കടം വാങ്ങിച്ച പൈസയുണ്ട്, അതെല്ലാം കൊടുക്കുന്നത് ഒരാഴ്ച കൂടുമ്പോഴത്തേക്കും ഈ ഓട്ടോ ഓടുന്ന വരുമാനത്തിൽ നിന്നാണ് ഞാനിത് കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു. പുള്ളി അതെല്ലാം സാറെല്ലാം കേട്ടിരുന്നേച്ചും പറഞ്ഞു, സജിത്തിന് പുതിയൊരു വണ്ടി എന്ന് പറയുന്ന എൻ്റെ ഈ ഇടിച്ച വണ്ടിയുടെ വില ഞാൻ തരാം, സജിത്ത് അതുകൊണ്ടൊരു വേറൊരു വണ്ടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ സാറ് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും ആ വണ്ടി പിന്നെ റിപ്പയർ ചെയ്തെടുത്താലും അത് കുറേ താമസം പിടിക്കും, പിന്നെ ടെസ്റ്റൊക്കെ നടത്തി രണ്ടാമത് എങ്ങനെയായാലും താമസിക്കും. അപ്പം സാറ് അതിൻ്റെ വില ഇട്ടത് ഒരു 1,10,000 രൂപയാണ് അന്നത്തെ വിലയ്ക്ക്, 2019 വിലയ്ക്ക്. 6 വർഷം കഴിഞ്ഞ വണ്ടി ആയതുകൊണ്ട് 1,10,000 രൂപ സാറ് തന്നു. ആ ക്യാഷ് ഞാൻ വാങ്ങിച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ കൂടി കരുതി ബാക്കി തുകയ്ക്ക് പുതിയ വണ്ടി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ സാറെന്ന് പറയുമ്പോഴത്തേക്കും അത് എല്ലാവർക്കും കാണിക്കണമെന്നില്ല ആ മനസ്സ്, സാറിൻ്റെ ഒരു മനസ്സ്. കാര്യം വണ്ടി ഇടിച്ച വാഹനം എത്ര ഇതാണെന്ന് പറഞ്ഞാലും ഒന്നുകിൽ കേസിന് പൊക്കോളാൻ പറയും. കേസിന് പോയാലുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ എനിക്ക് 3 വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ കേസിൻ്റെ കാലാവധി 3 വർഷമെങ്കിലും പിടിക്കും. അതിൻ്റെ കേസിൻ്റെ നടത്തിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ 3 വർഷമെങ്കിലും പിടിച്ചിട്ടാണ് പിന്നെ എനിക്ക് എന്തെങ്കിലും പൈസയും കിട്ടുന്നത്. അപ്പോൾ പൈസ കിട്ടി വരുമ്പോഴത്തേക്കും എനിക്ക് പുതിയ വണ്ടി എടുക്കുന്നതിന് അല്ല വേറെ വണ്ടി എടുക്കുന്നതിനൊക്കെ സാധിക്കില്ല. ഇത് നല്ല പോലെ ഫ്രാക്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ സാറ് തന്നെ പറഞ്ഞു, ഞാൻ ആ വണ്ടി കൊണ്ടുപോയി ഞാൻ തന്നെ റിപ്പയർ ചെയ്ത് ഞാൻ എടുത്തോളാം, ആ വണ്ടി വില സൈത്തിന് തരാമെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് 1,10,000 രൂപ എനിക്ക് തന്നത്. അപ്പോൾ ആ പൈസ വാങ്ങിച്ചിട്ട് ആണ് ഞാൻ പുതിയ വണ്ടി എടുത്ത് ആണ് അങ്ങനെ ഓടാൻ സാധിച്ചത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഒരാൾ നമ്മളെ വണ്ടി കൊണ്ടുവന്ന് ഇടിപ്പിക്കുകയോ വല്ലതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും അങ്ങനെ കരുതണമെന്നില്ല. ആ സാറ് വളരെ എന്താ പറയുക, ഉദാര മനസ്കനായിട്ടുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് പുള്ളി അതിൻ്റെ ആ വണ്ടിയുടെ വില തരികയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും സാധിക്കണമെന്നില്ല. അതാണ് ഞാനിവിടെ പറയാൻ കാരണം. ആ ജയകുമാർ സാർ എന്ന് പറയുന്ന ആ സാറിൻ്റെ വലിയ മനസ്സിനെ ഞാൻ നമിക്കുന്നു. അതാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അദ്ദേഹത്തിനും കുടുംബത്തിനും ഒരുപാട് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു.